ഞാൻ പറഞ്ഞില്ലേ മാഷേ, 3-ാം ക്ലാസ് തുടങ്ങി 4 വരേക്കും പള്ളിവക സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചത്. അവിടെ വെച്ചാൽ എനിക്ക് നിറയെ കൂട്ടുകാരെ കിട്ടിയത്. 4-ാം ക്ലാസ്സൊക്കെ ആയപ്പോഴേക്കും എല്ലാവരുമായി ഭയങ്കര കമ്പനിയായി. ഇൻ്റർവെൽ ടൈം കിട്ടാൻ നോക്കിയിരിക്കും കൂട്ടുകാരെ കൂടെ ഒപ്പം ജാതിമരത്തിലും മാവിലും മാവിൻ്റെ കടയ്ക്ക് ഒക്കെ ഓടിച്ചാടി കളിക്കാനും. ആഹാ, എന്തായിരുന്നു! ആൺകുട്ടികളും പെൺകുട്ടികളും വകഭേദമില്ലാതെ എല്ലാവരും അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഓർക്കുമ്പോൾ തന്നെ എന്താ ഒരു സന്തോഷമുള്ള, അല്ല സന്തോഷമെന്നാണ് പറയുക, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ഫീൽ ഉണ്ടെങ്കിൽ അതായിരിക്കും അതിന് ചേരുന്ന ഏറ്റവും വലിയ വാക്ക്. കഴിഞ്ഞൊരു ദിവസം ഞങ്ങളവിടെ പോയിട്ടുണ്ടായിരുന്നു മാഷേ, ഓർമ്മ പുതുക്കാനായിട്ട്. പള്ളിയൊക്കെ പൊളിച്ച് വലിയ പള്ളിയാക്കി. അടുത്ത് നിന്നിരുന്ന ആ വലിയ മാവിൻ്റെ വേരൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അന്ന് ആ വേരിലിരുന്നിട്ടാണ് ഞങ്ങളൊക്കെ കളിക്കുക. ഇപ്പോൾ മരങ്ങളൊക്കെ വെട്ടി ബഡ് ചെയ്ത ചെറിയ മരങ്ങളായി. എന്നാലും നിറയെ മാങ്ങയുണ്ട് കേട്ടോ. അന്ന് ഞങ്ങൾ പഠിച്ച സ്കൂളൊക്കെയും അതുപോലെ തന്നെയുണ്ട്, യാതൊരു വ്യത്യാസവുമില്ല. ബാക്കിയെല്ലാം പൊളിച്ച് പുതുക്കി പണിതു. സ്കൂൾ ക്ലാസ് റൂമുകൾ മാത്രം സെയിം അതുപോലെ തന്നെ. ആ ക്ലാസ് റൂമിൻ്റെ സൈഡിലായിട്ടായിരുന്നു സ്കൂളിൻ്റെ കഞ്ഞിപ്പുര എന്ന് തന്നെ പറയാം. ക്ലാസ്സിൽ ഉച്ചയ്ക്കുള്ള ലാസ്റ്റ് പീരീഡ് അവിടെ ചേച്ചി ചെറുപയറിൽ താളിച്ചൊഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് വരുമ്പോൾ വിശപ്പങ്ങ് കയറി വരും. പെട്ടെന്നൊന്ന് ബെല്ലടിച്ചാൽ മതിയെന്ന് തോന്നിപ്പോകും. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് വേണമല്ലോ കളിക്കാൻ പോകാൻ. എന്താ ആ കിണറൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട് കേട്ടോ. വെള്ളം കോരി കുടിച്ചിരുന്ന് പാത്രം കഴുകിയിരുന്ന്. പിന്നെ ഉച്ചയാകുമ്പോൾ ചിലപ്പോഴൊന്നും കിണറോ ഞങ്ങൾക്ക് ഫ്രീ ആയി കിട്ടില്ല വെള്ളം കോരാനായിട്ട്. അന്നേരം അല്ലെങ്കിൽ ടാപ്പിൽ വെള്ളം ഉണ്ടാവില്ല. അന്നേരം അടുത്തുള്ള വീടുകളിലേക്കൊക്കെ ഇറങ്ങും. ആ വീടുകളൊക്കെയും പുതുക്കി വലിയ വീടുകളാക്കി. പിന്നെ അതിൻ്റെ അടുത്ത് കൂടെ ഒരു കനാലും ഉണ്ടായിരുന്നു. ചില സമയത്ത് കനാലിൽ കൂടെ നല്ല വെള്ളമായിരിക്കും, നല്ല തെളിഞ്ഞ വെള്ളം. അവിടെ പോയി കൈയും കാലും പാത്രമൊക്കെ കഴുകി വരാൻ ഒരു രസമായിരുന്നു. പിന്നെ എന്താ പറയുക, മാഷേ ആ വർഷമാണ് ഞാൻ ആദ്യമായി സ്കൂളിൽ കോമ്പറ്റീഷന് മത്സരിച്ചത്. അന്ന് ഞാൻ പറഞ്ഞല്ലോ, 1 തുടങ്ങി 4 വരെ ക്ലാസ്സുകളിലുള്ള കുട്ടികൾ മാത്രമേ അവിടെ പഠിച്ചിരുന്നുള്ളൂ. ആകെ ഒറ്റ ഡിവിഷൻ, അത്രയും കുട്ടികളേ ഉള്ളൂ ഒരു ക്ലാസ്സിൽ കൂടി വന്ന 20-25 കുട്ടികൾ. മിക്ക ക്ലാസ്സുകളിലും അത്രയും കൂടെ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരെയും സ്റ്റേജിലൊന്നും കയറ്റാൻ ടൈമൊന്നും കിട്ടില്ല. ടീച്ചർമാർ എല്ലാ കോമ്പറ്റീഷൻ നടത്തും, സിംഗിൾ ഐറ്റംസിൻ്റെയൊക്കെ. എന്നിട്ട് ഫസ്റ്റ് കിട്ടുന്നവരെ സെക്കൻഡ് കിട്ടുന്നവരൊക്കെയാണ് സ്റ്റേജിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ കയറ്റുന്നത്. ആ വർഷം കോമ്പറ്റീഷന് ഞാനും ചേർന്നു. ഞാനും ചെറുതായിട്ടൊക്കെ ഒന്ന് പാടും കേട്ടോ. അന്ന് ഞാനും അശോക് എന്ന് പറഞ്ഞ കുട്ടിയായിരുന്നു മുന്നിട്ട് നിന്നത്. ആർക്ക് ഫസ്റ്റ് കൊടുക്കണം, ആരെ സ്റ്റേജിൽ കയറ്റണം എന്ന് തീരുമാനമെടുക്കാനായിട്ട് ടീച്ചർമാർ ഞങ്ങളെ 2 മാറി കുറേ നേരം പാട്ട് പഠിപ്പിച്ചു. അവസാനം ആ ചാൻസ് എനിക്ക് തന്നെ തന്നു. വീട്ടിൽ ആ സമയത്ത് റേഡിയോ ഒന്നുമില്ലായിരുന്നു മാഷേ പാട്ട് കേൾക്കാനായിട്ട്. ആ ഇടയ്ക്കാണ് ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു തിയേറ്റർ വന്നത്. ആ തിയേറ്ററിൽ സിനിമ തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പേ പാട്ട് വയ്ക്കും. ആ പാട്ട് കേട്ടാണ് ഞാൻ പാട്ടുകളൊക്കെ പഠിച്ചത്. ഇന്നൊക്കെ സിനിമ റിലീസായി പിറ്റേന്നും
ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മുടെ എല്ലാ തിയേറ്ററുകളിലും എത്തും. ഇവിടെ റിലീസായി വർഷങ്ങൾക്ക് ശേഷമാണ് സിനിമ ഞങ്ങളുടെ തിയേറ്ററിലൊക്കെ എത്താം. അത് ഞങ്ങൾക്കും പുതിയതായിരുന്നു കേട്ടോ. നമുക്ക് അന്ന് പുതിയ സിനിമകൾ ഇറങ്ങുന്നതിനൊക്കെ അറിയാനായിട്ട് നമുക്ക് വേറെ വഴികളൊന്നുമില്ലല്ലോ. പുതിയ സിനിമകൾ തിയേറ്ററിൽ പ്രദർശനത്തിനെത്തുമ്പോൾ നോട്ടീസോ അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റൊക്കെ ആയിട്ട് പാട്ട് വെച്ചിട്ട് പോകും. അതൊക്കെ കേട്ടാൽ നമ്മൾ സിനിമ ഏതാണെന്നൊക്കെ മനസ്സിലാകുന്നതും. പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ മാഷേ, ആ നോട്ടീസിൽ സിനിമയെക്കുറിച്ച് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവും. അത് വായിച്ച് കഥ മനസ്സിലാക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് മാഷേ ഞാൻ പാട്ട് പാടാൻ പഠിച്ചത്. അവിടെ നിന്ന് കേട്ട് പഠിച്ച ഒരു സിനിമാ ഗാനം ഞാനന്ന് പാടിയത്. നമ്മുടെ കുഞ്ഞിലെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സിനിമയുടെ പേര് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല മാഷേ. മായാവി അല്ല, കുട്ടിച്ചാത്തൻ സിനിമയിലെ ആ സിനിമയായിരുന്നു, അതിലെ പാട്ടായിരുന്നു ഞങ്ങളന്ന് പാടിയത്. പക്ഷെങ്കിൽ അന്ന് ആ സിനിമ കണ്ടതിൻ്റെ കഥകളും കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. വീണ്ടും വലുതായതിന് ശേഷമാണ് വീണ്ടും ഞാൻ ആ സിനിമയൊന്ന് കണ്ടതും അതിൻ്റെ കഥ എന്താണെന്നും എനിക്ക് മനസ്സിലായത്. പക്ഷെങ്കിൽ ആ പാട്ട് അന്ന് ഭയങ്കര ഫേമസ് ആയിരുന്നതുകൊണ്ട് എപ്പോഴും തിയേറ്ററിൽ വെച്ചുകൊണ്ടിരുന്നതുകൊണ്ടും ആ പാട്ട് എൻ്റെ മനസ്സിൽ അങ്ങനെ കയറി പതിഞ്ഞിരുന്നു. ടീച്ചർ അന്ന് കോമ്പറ്റീഷന് ആരൊക്കെ പാടാനുണ്ട് എന്ന് ചോദിച്ചപ്പോൾ കൈ പൊക്കിയിട്ട് മനസ്സിൽ വന്ന പാട്ട് അതായിരുന്നു. അങ്ങനെ കയറി ഞങ്ങൾ പാടി. മുന്നേ തയ്യാറെടുപ്പുകളൊന്നുമില്ല, അപ്പോൾ തോന്നും അങ്ങനെ പാടും. അതായിരുന്നു ശീലം. ഇപ്പോഴും അങ്ങനെ തന്നെ ആയിട്ടോ. പാട്ടുകളൊന്നും പഠിച്ച് പാടുന്ന ശീലമൊന്നും എനിക്കില്ല ഇപ്പോഴും. കേട്ട മനസ്സിൽ പതിഞ്ഞ അതങ്ങനെ ഇരിക്കും. പിന്നെ ഓർക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മൂളും, അത്ര തന്നെ. എല്ലാവരും എന്നെ കളിയാക്കും കേട്ടോ, പാട്ടിൻ്റെ മ്യൂസിക്കിനനുസരിച്ച് എനിക്ക് താളബോധമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനല്ലേ മാഷ് പാടുന്നത്, നമ്മുടെ സന്തോഷമല്ലേ. കേൾക്കുന്നവരെ സന്തോഷിപ്പിക്കാനല്ലല്ലോ നമ്മൾ പാടുന്നത്, സ്വയം സന്തോഷിക്കുക, അത്ര തന്നെ. ഞാനും ആ ഒരു കൂട്ടത്തിൽ. എനിക്ക് ആരെയും സന്തോഷിപ്പിക്കാനായിട്ട് അങ്ങനെ ഫ്രണ്ട്സില്ല, അടുപ്പക്കാരില്ല, ആരുമില്ല. പിന്നെ ആരെ സന്തോഷിപ്പിക്കണ്ടേ? ഞാൻ എൻ്റെ ഇഷ്ടത്തിനല്ലേ പാടുന്നത്, അങ്ങനെ അങ്ങനെ പാടും.